ഹലോ ഗായ്സ്, വെൽക്കം ടു മെറി അൺഫിൽറ്റേഡ്. സോ ടുഡേ ഇന്നത്തെ വീഡിയോയിൽ ഡേ 5 ഇൻ മൊറോക്കോയാണ്, ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ധൃതി പിടിച്ച് പോകണത് എങ്ങോട്ടാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, ചിലവരൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും. അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് ഹോട്ട് എയർ ബലൂണിലാണ്. ടർക്കിയിൽ മാത്രമല്ല, ഇവിടെ മൊറോക്കോയിലും ഉണ്ട് ഹോട്ട് എയർ ബലൂൺ. സോ എനിവേ ഡിസിഷൻ എടുത്തത് എൽദോയാണ്. സോ രാവിലെ എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞു എഴുന്നേക്ക് ഒരു സ്ഥലം വരെ പോകാമെന്ന്. സോ ഞാനും ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. പിന്നെ അതുമല്ല, അതിൻ്റെ ഒപ്പം തന്നെ നല്ല എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. പിന്നെ ഇത് കുറേ നാൾ മുമ്പ് എടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് ഇതിന് പോയപ്പോൾ ഉള്ള റേറ്റും ഞങ്ങൾ ഓർക്കണില്ല. എനിക്ക് തോന്നുന്നു 100 or 120 ആ ഒരു റേഞ്ചാന്ന് തോന്നുന്നു. അപ്പോൾ എൽദോ ആയിരുന്നു ഇതെല്ലാം സെറ്റപ്പ് ചെയ്യുന്നത്. കാരണം നമുക്കിപ്പോൾ ഹോട്ട് എയർ ബലൂണിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ടർക്കിക്കൊന്നും പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ മൊറോക്കോയിൽ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മളൊരു ഏജൻറ്റിനെ കോൺടാക്ട് ചെയ്തു. നിങ്ങൾക്ക് ഈ ഏജൻറ്റിൻ്റെ നമ്പർ എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി നമ്പറുണ്ട്. നല്ലൊരു മനുഷ്യനാട്ടോ. ഇന്ത്യയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ത്യനെക്കുറിച്ച് അറിയാനൊക്കെ ഭയങ്കര താല്പര്യമുള്ളൊരു മനുഷ്യനായിരുന്നു. പുള്ളിയുടെ അങ്ങനത്തെ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ മിസ്സായിപ്പോയി എൻ്റെ നിന്ന്. സോ നമ്മൾ സ്ഥലത്തെത്തി. നമ്മൾ താമസിച്ച സ്ഥലത്ത് നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 1 hour ഡ്രൈവ് ഉണ്ടായിരുന്നു. ഒരു വില്ലേജ്, ഭയങ്കര പക്കാ വില്ലേജ് ഏരിയ ആയിരുന്നു. ആൾക്കാർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മളെപ്പോലെ തന്നെ ഒരു 25 ഉണ്ടായിരുന്നു തോന്നുന്നു, ആൾക്കാരുണ്ടായിരുന്നു തോന്നുന്നു അതിൻ്റെ അകത്ത്. അവർ മിക്കവരും തന്നെ ടൂറിസ്റ്റാണ്. ഈ പോളണ്ട്, പിന്നെ പാരീസ്, ഫ്രാൻസ്, അങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. നമുക്കാരും അറിയില്ല, നമ്മളെ രണ്ടുപേരും മാത്രമേ അറിയത്തുള്ളൂ. സോ ഞങ്ങൾ ഹോട്ട് എയർ ബലൂൺ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളിപ്പോൾ നല്ല പൊക്കത്താണ്. എനിക്ക് തോന്നുന്നു ഒരു 100 ആണ്, 1000 സംതിങ് ലൈക്ക് ദാറ്റ്. താഴോട്ട് നോക്കിയാൽ എല്ലാം ടൈനിയാണ്. വലിയ വലിയ ബിൽഡിംഗ് പോലും ടൈനി ആയിട്ടാണ്. പിന്നെ ഇങ്ങനെ ഹൈഡ്രജൻ ആണോയെന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനെ ഒരു ഫയർ മേളിക്കട്ട് പോകുമ്പോൾ താഴെ നല്ല ചൂടുണ്ട്. പിന്നെ ഇത് വെളുപ്പിനെയുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ ഈ സൺറൈസ് ടൈം ആണല്ലോ, അതുകൊണ്ട് സ്കൈ കാണാൻ നല്ല ഭംഗിയായിരുന്നു. നല്ല ഓറഞ്ചിഷ് യെല്ലോ കളറാണ്. പിന്നെ നമ്മളെപ്പോലെ തന്നെ കുറേ ആൾക്കാർ വേറെ ഹോട്ട് എയർ ബലൂണിലുണ്ട് കേട്ടോ. കുറേ ഏജൻസികളുണ്ട് അവിടെ. അപ്പം നമ്മുടെ ഏജൻസിയുടെ പാരച്യൂട്ടിൻ്റെ കളർ യെല്ലോയിഷ് കളറായിരുന്നു. അല്ലാത്തവർക്ക് സ്റ്റാർ, ഗ്രീൻ, അങ്ങനെ പല പല ടൈപ്പ് കളേഴ്സും കുറേ എംബ്ലം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ നമുക്ക് ഈ പോയതിൻ്റെ ആകാശത്തു നിന്നുള്ള വ്യൂസ് കാണാം. സോ ലെറ്റ്സ് ഗോ ടു ദാറ്റ് വീഡിയോ. ഹോട്ട് എയർ ബലൂണിൽ എങ്ങനെ കയറുന്നതെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അവരൊക്കെ എന്നെ എടുത്തു വെക്കുകയാണ് അങ്ങോട്ട് കയറ്റിയത്. തിരിച്ചിറക്കാനും അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എനിവേ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ഫുഡ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചു. അത് ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾ താമസിച്ചിടത്ത് കൊണ്ടാക്കി. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു സ്ഥലത്താണ് താമസിക്കണത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ ഒരു മെദീന കാണാൻ പോവാണ്. ഇവിടെ വന്നിട്ട് മെദീനയാണല്ലോ മെയിനായിട്ടുള്ള സംഭവങ്ങൾ, ഇവിടുത്തെ മോസ്കും കാര്യങ്ങളും. അപ്പോൾ ഞങ്ങൾ അവിടെ പോവാണ്. എനിക്ക് തോന്നുന്നു ഈ ഇതിൽ കയറണമെങ്കിൽ 2 പേർക്ക് 50 ദിർഹ ആയിരുന്നു, മൊറോക്കൻ ദിർഹ ആയിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ബട്ട് എനിവേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാലസാണോ മെദീന തന്നെയാണ് പാലസ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. For this time to begin, we ain't getting any older. I kind of feel a little younger. Going up, going out, going all the way, going high. ഇവിടെ കാണാൻ കുറേ നല്ല നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവർ അന്നത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു ആർക്കിടെക്ചറും അതും എല്ലാം അടിപൊളിയാണ് കാണാനായിട്ട്. ഈ പൂള് കണ്ടില്ലേ, പൂളാണോന്ന് അറിയത്തില്ല, അത് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചേക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ. നമ്മളെപ്പോലെ തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഇവിടെ അടുത്ത് നല്ല നല്ല അടിപൊളി സ്ട്രീറ്റ് ഫുഡ്, അതുമല്ല കുറേ ഷോപ്സ് എന്ന് വെച്ചാൽ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്ന കുറേ ഷോപ്പുകളുണ്ട്.
ഇതൊരു പക്കാ സിറ്റിയിലാണ്. ഇവിടെ തന്നെ അടുത്ത് കുറേ പാലസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും കുറേ പോകണമെന്നില്ല, കാരണം അവിടെയൊക്കെ നല്ല റേറ്റാണ് ടിക്കറ്റിന്. സോ പിന്നെ അത് നേരത്തെ ബുക്ക് ചെയ്യണം. സോ ഇതൊക്കെ നമ്മൾ പെട്ടെന്നുള്ള സഡൻ പ്ലാൻ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നമുക്ക് ആ മെയിൻ മാർക്കറ്റിലൊന്ന് പോയി എല്ലാം ഒന്നൊന്ന് കാണാം. പിന്നെ ഇവിടെ പോകുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ബാർഗെയിൻ ചെയ്യണം. ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചായിരുന്നു. സോ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ മിസ്സായിപ്പോയി, അതുകൊണ്ടാട്ടോ ഇത്രയൊക്കെ വീഡിയോസ് ഉള്ളൂ. പിന്നെ അത് കണ്ടില്ലേ, ഇതൊരു ഫോർട്ട് അങ്ങനെ എന്തോ റിസോർട്ട് സംതിങ് ആണ്. അവരത് ഉണ്ടാക്കിയേക്കണത് ഒരു യെല്ലോ അല്ല, റെഡ് കളർ ഒരു മണ്ണ് വെച്ചിട്ടാണ്. ഓക്കെ, സോ ദാറ്റ്സ് ടുഡേ വീഡിയോ. എനിവേ, നമ്മളിപ്പോൾ UK തിരിച്ചെത്തി. പിറ്റേ ദിവസം തന്നെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ നേരത്തെ കിടന്നു. അതുകൊണ്ട് പിറ്റേ ദിവസം ഫ്ലൈറ്റ് കിട്ടി. അങ്ങനെ നമ്മൾ UK കണ്ടില്ലേ ട്രീ. UK ക്രിസ്മസ് ടൈം ആയിരുന്നു ആ സമയത്ത്. സോ എനിവേ, ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. മാർക്കറ്റിൽ പോയിട്ടുള്ള വീഡിയോസാണ് ഇതെല്ലാം. സോ യാ, ബൈ.